ഹോക്കിങ്സ് എന്ന ചെറിയ ടൗണിലെ വിൽ ബയേഴ്സ് എന്ന കുട്ടിയെ കാണാതാവുന്നതോടെയാണ് കഥ തുടങ്ങുന്നത്. അവനെ കണ്ടെത്താനുള്ള സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും ശ്രമങ്ങൾ അവരെ എത്തിക്കുന്നത് ഭീമാകാരമായ ഒരു സമാന്തര ലോകത്തേക്കാണ്, അപ്സൈഡ് ഡൗൺ. അവിടെ നടക്കുന്ന നിഗൂഢമായ പരീക്ഷണങ്ങളും ലെവൺ എന്ന പെൺകുട്ടിയുടെ അമാനുഷിക കഴിവുകളും കഥയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിശയിപ്പിക്കുന്ന കാസ്റ്റിംഗ്, കുട്ടിക്കാലം മുതൽ നമ്മൾ സ്ക്രീനിൽ കണ്ടുവളരുന്ന ലെവൺ, ബോബി ബ്രോൺ, മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കാസ് എന്നിവരുടെ പ്രകടനം അതിശയിപ്പിക്കുന്നതാണ്. ഓരോ സീസൺ കഴിയുന്തോറും അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ക്യാരക്ടർ ഡെവലപ്മെന്റ് വളരെ റിയലിസ്റ്റിക് ആയി തോന്നും. നൊസ്റ്റാൾജിക് വൈബ്, 80കളിലെ അമേരിക്കൻ ജീവിതം, വസ്ത്രധാരണം, പഴയ വീഡിയോ ഗെയിമുകൾ, വോക്കി ടോക്കികൾ എന്നിവയിലൂടെ ആ കാലഘട്ടത്തെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് മനോഹരമാണ്. മികച്ച സംഗീതവും സൗണ്ടും സീരീസിന്റെ തീം മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക നിഗൂഢത അനുഭവപ്പെടും. സീസൺ 4ലെ കാറ്റ് ബഷ് പാട്ടൊക്കെ ലോകമെമ്പാടും തരംഗമായിരുന്നു. വില്ലന്മാരുടെ ഭീകരത, ഡെമോഗാർഗൻ മുതൽ സീസൺ 4ലെ അതിശക്തനായ വെഗ്ന വരെ ഓരോ വില്ലന്മാരും പ്രേക്ഷകരിൽ പേടി ഉളവാക്കാൻ കെൽപ്പുള്ളവരാണ്. ഒരു സിനിമയോട് കിടപിടിക്കുന്ന തരത്തിലുള്ള CGI ആണ് സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അപ്സൈഡ് ഡൗൺ ലോകത്തിന്റെ കാഴ്ചകൾ മികച്ചതാണ്. നിങ്ങൾ മിസ്റ്ററി ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും ഇതിലെ സൗഹൃദത്തിന്റെ കഥ നിങ്ങളെ ആകർഷിക്കും. ഓരോ എപ്പിസോഡും അവസാനിക്കുന്നത് അടുത്തത് കാണാനുള്ള ആകാംക്ഷ ബാക്കി വെച്ചുകൊണ്ടാണ്. വിൽ, 11, ഹോപ്പർ, ജോയ്സ് എന്നിവരുടെ വൈകാരികമായ നിമിഷങ്ങൾ സീരീസിന് കൂടുതൽ ആഴം നൽകും. ഫ്രണ്ട്സ് ഡോണ്ട് ലൈ, അതാണ് ഈ സീരീസിന്റെ ആത്മാവ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഹോളിവുഡ് വൈബ് സീരീസുകളുടെ ലോകത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് സ്ട്രെയിഞ്ചർ തിങ്സ്.